ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി കടലക്കറിയാണ് കേട്ടോ. നമ്മുടെ വെള്ളക്കടല വെച്ചിട്ട്, അതായത് കാബൂളി കടല എന്നൊക്കെ പറയില്ലേ, അത് വെച്ചിട്ട് ചപ്പാത്തിക്ക്, പൂരിക്ക്, അപ്പത്തിനൊപ്പം നമ്മുടെ പത്തിരി, നെയ്പത്തിരി എന്തിനും ചേരുന്ന ഒരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്, സിമ്പിളായിട്ട്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഏതായാലും വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും ഇന്ന് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ ട്രൈപോഡൊന്നും വെക്കാതെ കയ്യിൽ പിടിച്ചിട്ട് തന്നെയാണ് കേട്ടോ റെക്കോർഡിംഗ് ഒക്കെ. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ രാവിലെ മോനെ പറഞ്ഞു വിടാനുള്ള പരിപാടീൻ്റെ ഇടയിൽ കൂടിയായിട്ടുണ്ട് ആണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുപ്പും കൂടെ. അപ്പോൾ ഇത് ഞാൻ ആദ്യം തന്നെ കടല ഇന്നലെ രാത്രി വെള്ളത്തിലിട്ടത് കഴുകി ഉപ്പ് മാത്രം ചേർത്തിട്ട് കുക്കറിൽ അവിടെ വേവാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടില്ല. ആ സമയത്താണ് എനിക്ക് തോന്നിയത് ഏതായാലും നിങ്ങളെയും കൂടി ഈ കറിയൊന്നും ഉണ്ടാക്കുന്ന കാണിക്കാമെന്നേ. പിന്നെ ഇത് ഒരു 3 വലിയ സവാള ജസ്റ്റ് അങ്ങനെ അരിഞ്ഞിട്ട് ഇത് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോനുള്ള ചായയൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അവന് എക്സാം ആയത് കാരണം 9 മണിക്ക് അവൻ വരും. അപ്പോൾ അതുകൊണ്ട് വെറും ചായ മാത്രമേ കൊടുക്കണ്ടുള്ളൂ. പക്ഷേ ഹസ്ബൻഡിന് പറഞ്ഞു വിടാനുള്ളതാണ് ഈ ചപ്പാത്തി പരിപാടി, ഈ കടലക്കറിയുടെ പരിപാടിയൊക്കെ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ മോനെയും പറഞ്ഞു വിടണം, ഹസ്ബൻഡിനെയും പറഞ്ഞു വിടണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ഉള്ളി അവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി കടായിൽ എണ്ണ ഒഴിച്ചിട്ട് ആദ്യം പെരിഞ്ജീരകമാണ് കേട്ടോ മൂപ്പിച്ചത്. അപ്പം നിങ്ങൾക്ക് കടുക് പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ കടുക് പൊട്ടിക്കാം. എനിക്ക് പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റാണ് കേട്ടോ ഇഷ്ടം. അത് കഴിഞ്ഞ് പിന്നെ പൊടിയായി എരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുത്തേ. ഇനിയിപ്പോൾ ഇത് അരച്ച് വെച്ച നമ്മുടെ സവാള ഉണ്ടല്ലോ, അത് ചേർത്തിട്ട് നന്നായി നമ്മൾ വഴറ്റിയെടുക്കണം. നന്നായി വഴറ്റിയെടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചക്കരച്ച സവാളയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുത്ത് എന്തായാലും ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ അത് നന്നായി മാറി കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ കറി ഫ്ലോപ്പായി പോകുന്നുള്ളത് പറയണ്ട കേട്ടോ. കാരണം പച്ച ഉള്ളി ചുവക്കും. അപ്പോൾ ഉള്ളിയുടെ അത്യാവശ്യം കളറൊക്കെ നന്നായി മാറി കിട്ടണം. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ തന്നെ ആവണം കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ ഇതിലേക്ക് ചേർക്കേണ്ട പൊടികൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി. അപ്പം പൊടികളൊക്കെ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അതായത് എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ. അപ്പോൾ എരിവ് കുരുമുളക് പൊടി, മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിന്. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നമ്മുടെ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് തന്നെ 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മല്ലിപ്പൊടിയൊക്കെ ഇഷ്ടം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ വരെ ആവാം. അതെല്ലാം ഒട്ടും ഇഷ്ടമില്ലാത്തവരുണ്ട് കേട്ടോ. എൻ്റെ അമ്മയ്ക്കൊന്നും മല്ലിപ്പൊടിയുടെ മണം അത്ര ഇഷ്ടമല്ല. അപ്പോൾ 1 ടീസ്പൂൺ ആയാലും മതിയാകും. അപ്പോൾ ഏകദേശം 1നും 2നും ഇടയിൽ നിങ്ങൾക്ക് ഈ ഒരു അളവിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതായത് ഏകദേശം 1 കപ്പ് കടലയാണ് ഞാൻ കുതിർക്കാൻ ഇട്ടിരുന്നത്. അപ്പോൾ മല്ലിപ്പൊടിയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പൊടിയുടെ പച്ചമണമൊക്കെ നന്നായി മാറുന്നവരെ മൂപ്പിച്ചെടുക്കുക. എണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ പിന്നെ അങ്ങനെ അധികം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പം ഞാൻ പൊടികളൊക്കെ മൂപ്പിച്ച് വെച്ച് തന്നെ ആയിരുന്നു. അപ്പോൾ ഏകദേശം ആ പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞപ്പം അതേപോലെ തന്നെ 2 മീഡിയം സവാള ഞാൻ തക്കാളി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്തിട്ട് തക്കാളിയുടെയും കൂടെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ തക്കാളി ഉള്ളിയും വഴറ്റുന്ന ഒരു പണി മാത്രമേ ഈ ഒരു കറിക്കുള്ളൂ. അത് രണ്ടും റെഡിയായി കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി എന്ന് തന്നെ പറയാം. അപ്പോൾ മേലെ വീട്ടിൽ പണി നടക്കുന്നുണ്ട്. അപ്പോൾ തട്ടുന്ന സൗണ്ട് നന്നായി കേൾക്കുന്നുണ്ട്. ഫ്ലാറ്റിലായതുകൊണ്ട് തന്നെ ചെറിയ സൗണ്ട് വരെ വല്ലാതെ എഫക്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ ഇത് നമ്മുടെ തക്കാളിയിലെയും വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു മൊബൈൽ കയ്യിൽ പിടിച്ചിട്ടാണ് രാവിലെ തന്നെ ട്രൈപോഡ് എടുത്ത് വെക്കാൻ സമയവുമില്ല, പിന്നെ അതിനുള്ള സൗകര്യമില്ല. കാരണം അത്രക്ക് കിച്ചൺ പ്ലാറ്റ്ഫോമിൽ നിറയെ സാധനങ്ങളാണ് കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കേണ്ട കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കയ്യിൽ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ തക്കാളി നന്നായി വഴന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്തോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച നമ്മുടെ വെള്ളക്കടല ചേർത്ത് കൊടുത്തു. ഉപ്പ് മാത്രം ഇട്ടിട്ടായിരുന്നു വേവിച്ചത് കേട്ടോ. ഏകദേശം ഒരു 8 വിസിലോളം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതേ നമ്മുടെ കടല ചേർത്ത് കൊടുത്തു. അപ്പോൾ ഉപ്പ് ഇനി വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഗ്രേവി ചേർത്ത് കൊടുക്കണം. അപ്പം ആവശ്യമുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കണം. അപ്പം ഞാൻ ആദ്യം ചേർത്ത ഉപ്പ്, കടലക്ക് ചേർത്ത ഉപ്പും ഉള്ളി വഴറ്റുന്ന സമയത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ആവശ്യം വന്നു. പിന്നെ എരിവ് അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ഈ സമയത്ത് പച്ചമുളകോ കുരുമുളക് പൊടിയോ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ അതേ ഗ്രേവിയൊക്കെ കറക്റ്റ് ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കറിയൊക്കെ ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട്. കുറുക്കിയെടുക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും ഒന്നുകൂടി കുറുകി നമ്മൾ ഉണ്ടാക്കി ഒന്ന് ആറിക്കഴിയുമ്പോഴേക്കും കറി കുറച്ചും കൂടി നല്ല കളറും കിട്ടും കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ കറി അത്യാവശ്യം എനിക്ക് പാകത്തിന് കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളത് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് കുറുക്കിയെടുക്കാം. ഇനി ഇതിനകത്തോട്ടേക്ക് ഞാൻ ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് കറിവേപ്പില മാത്രം ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ എന്തായാലും മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചപ്പാത്തിക്കൊപ്പം ഒക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മുടെ കറി നോക്കൂ പാകത്തിന്
പാകത്തിന് കുറുകി കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടി കുറുകും കേട്ടോ, ഇനി ആറുമ്പോൾ ഒന്നുകൂടി കുറുകും. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കാൻ. അപ്പോൾ ഞാനിനി ബൗളിലേക്ക് മാറ്റി കാണിച്ചു തരാവേ. കണ്ടല്ലോ, നമ്മുടെ കറി അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറുകിയിട്ടുണ്ട്. കുറച്ചും കൂടി ഡാർക്ക് കളർ വരും കേട്ടോ. അപ്പോൾ ഇത് കറി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് പെട്ടെന്ന് ഹസ്ബൻഡിനുള്ള ചപ്പാത്തി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കടലക്കറിയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു തവണയെങ്കിലും എന്തായാലും ഉണ്ടാക്കി നോക്കും. ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ, അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ ബാക്കി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ഹസ്ബൻഡിനെയൊക്കെ പറഞ്ഞു വിടട്ടെ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.